സ്വാദേറും നല്ല നാട്ടുമാമ്പഴ പായസവും. ഇപ്പം നമുക്കിവിടെ ഞാനൊരു കുക്കറിനകത്തേക്ക് ഈ മാമ്പഴം 6 കഷ്ണം മാമ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്നങ്ങ് വേവിക്കാം, നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര കിടന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വരണ്ടു വരണം. അപ്പോൾ ഒരുവിധ നല്ലതായിട്ടൊക്കെ വരണ്ടു. ഇനി അതിനകത്തേക്ക് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ, ആദ്യത്തെ പാല് മാറ്റി വെച്ചു, ബാക്കിയുള്ള കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് പറ്റി വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചത് ഒരുവിധമൊക്കെ ഒന്ന് ഉറുകെ. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചൊന്നങ്ങ് കലക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചൊഴിക്കണ്ട. ഞാൻ ഇച്ചിരി ഇതാണ് ഏലക്ക സത്താണ് ഒഴിക്കുന്നത്. ഏലക്ക പൊടി ഇട്ടാലും മതി. ഇവിടെ എനിക്ക് ഏലക്കയുടെ എസൻസ് ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ഇടുന്നത്. നമുക്ക് തൻപാൽ ഒഴിച്ചു കൊടുക്കണം. തൻപാൽ ഒഴിച്ചിട്ട് ഒത്തിരി തിളക്കണ്ട, നല്ല തൻപാൽ, തേങ്ങയുടെ തൻപാൽ ഒഴിക്കുക. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പിട്ട്